നമുക്ക് രാഹുൽ നമുക്കിനി അറിയേണ്ടത് ഈ ബാക്കിയുള്ളവരെയൊക്കെ തിരികെ കൊണ്ടുവരിക, മലയാളികളുടെ സുരക്ഷിതത്വം. നമ്മുടെ ജനപ്രതിനിധികൾ കുറേ പേരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് MLA-മാരായ ടി സിദ്ദിഖ്, മുകേഷ്, KPA മജീദ്, ആൻസലയൻ എന്നിവരൊക്കെ ജമ്മു കാശ്മീരിലുണ്ട്, കശ്മീർ മേഖലയിലൊക്കെ ഉണ്ട്. അവരുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഫോണിൽ സംസാരിച്ചു എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അവരെ സർക്യൂട്ട് ഹൗസിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷിതത്വം, ഒപ്പം മലയാളികളെ ആളുകളെയൊക്കെ തിരികെ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലേ? എത്രയും പെട്ടെന്ന്, അതായത് ഏത് ഗവൺമെന്റിന്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം ജീവനും സ്വത്തും സംരക്ഷിക്കുകയാണ്. അതാണ് നമ്മുടെ ലോകത്തെ, ഇന്ത്യയിലും മാത്രമല്ല ഏത് ഗവൺമെന്റിന്റെയും. അപ്പൊ ആ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതും അറിയില്ല. ഇനിയും കൂടുതൽ ടെറർ അറ്റാക്ക് ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, കൂടുതൽ സ്ഥലത്ത് ഇൻഫിൽട്രേഷൻ ഉണ്ടാകുമോ അറിയില്ല. തീവ്രവാദികൾക്ക് അവരുടേതായ ഒരു ക്രേസി ആയ ഭ്രാന്തമായ മനസ്ഥിതി എന്ന് പ്രവർത്തിക്കുന്നതാണ്. ചിലപ്പോൾ ഈ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഈ കുറെ ആൾക്കാർ വന്ന് ചെയ്തതായിരിക്കും. ചിലപ്പോൾ ഒരു സീരീസ് ഓഫ് അറ്റാക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ട് ബോംബെയിലൊക്കെ സംഭവിച്ച പോലെ 12 സ്ഥലങ്ങളിൽ നമുക്കറിയില്ല. നമുക്കൊന്നും ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. കൂടുതൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിശക്തമായ രീതിയിൽ ആർമി അടക്കമുള്ളവർ മുമ്പോട്ട് വരണം. നമ്മുടെ MLA-മാർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം. ബാക്കിയുള്ളവർ ഭീതിയിലായിരിക്കും. ഈ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരണം, എല്ലാവിധ ആദരവോടുകൂടിയും തിരിച്ചു കൊണ്ടുവരണം. അവരുടെ കുടുംബങ്ങൾക്ക് കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത്, അതൊന്നും മതിയാവില്ല കേട്ടോ. എത്ര രൂപയാണ് ഒരു ജീവിതത്തിന്റെ വില? ഇൻഫിനിറ്റ് ആണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും ഒക്കെ ഒരേ സ്വരത്തിൽ അതിനെ അപലപിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തത് വളരെ സന്തോഷവും ആശ്വാസവും നൽകുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഇന്റലിജൻസ് ഫെയിലിയറോ തിരിച്ചടിക്കുന്ന ഫെയിലിയറോ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം. പക്ഷേ ഇപ്പോ ലോകത്തിന് മുമ്പിൽ ഒരേ സ്വരത്തോടു കൂടി നമ്മൾ ചെയ്യണം. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇനി US അടക്കമുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അവരെല്ലാം ഇതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കൂടുതൽ അപലപനങ്ങളും കണ്ടംനേഷനും ഒക്കെ ഉണ്ടാകും. പാകിസ്ഥാന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്താണ് എന്നറിയണം. എന്താണ് ഈ തീവ്രവാദി ആക്രമണത്തിന്റെ മോട്ടീവ് എന്നറിയണം. ആ മോട്ടീവിനെ വെച്ച് നമ്മുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കരുത്. പക്ഷെ ആ മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കതിനെ എതിരിടാൻ കഴിയൂ. ആ രീതിയിൽ ശക്തമായ നടപടികളും നിലപാടുകളുമായി നമ്മൾ മുമ്പോട്ട് പോകണം. പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രധാനമന്ത്രി സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ അവിടെ സന്ദർശിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുറെ കൂടി ഏറ്റവും മൃഗീയ, അതായത് സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് അതിന് എന്ത് ന്യായീകരണമാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ ഏതെങ്കിലും തീവ്രവാദികളോട് സോഫ്റ്റ് കോർണർ ഉള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാലോചിക്കണം. പാവപ്പെട്ട സാധാരണക്കാരായ ടൂറിസ്റ്റുകളെയും നാട് കാണാൻ വരുന്നവരെയും കാശ്മീരി ജനതയ്ക്ക് കൂടുതൽ ധനം നൽകാൻ വരുന്നവരെയും കാശ്മീരി സമ്പത്ത് വ്യവസ്ഥ മെച്ചമാക്കാൻ വരുന്ന ടൂറിസ്റ്റുകളാണ്. നേരത്തെ സക്രിയ സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോരാടണമെങ്കിൽ ഇന്ത്യൻ ആർമിയോട് പോരാടിയാൽ മതി, അവര് നിങ്ങൾക്ക് നല്ല മറുപടി തരും. പക്ഷെ ആർമിക്കാരോട് പോരാടുന്നതിന് പേടിച്ച് മാറി നിന്ന് പാവപ്പെട്ട വഴി നിൽക്കുന്നവരെ ഈ രീതിയിൽ ആക്രമിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ഇത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സ്പോൺസർ ചെയ്യുന്നതോ പിന്നിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്ന തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ഈ എപ്പി സെന്റർ ഓഫ് ഗ്ലോബൽ ടെററിസം, അങ്ങനെ തന്നെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ പറയുന്നത്. ഈ എപ്പി സെന്റർ ഓഫ് ഗ്ലോബൽ ടെററിസത്തിന് അത് ആയുധം കൊണ്ടുള്ള ടെററിസം, ആശയം കൊണ്ട് മാത്രമല്ല, ഇത് ഭീകരവാദമാണ്. നമ്മൾ മലയാളത്തിൽ തീവ്രവാദം എന്ന് പറയെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഭീകരവാദമാണ്. ഈ ടെററിസത്തെ, എക്സ്ട്രീമിസത്തെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താണ് ഗവൺമെന്റിന്റെ നിലപാടുകളെന്ന് അറിയില്ല. സർജിക്കൽ സ്ട്രൈക്ക് പോലെ എന്തെങ്കിലും ഒരു നിലപാടുകൾ ഉണ്ടാകുമോ? ഏത് രീതിയിലാണ് ഇന്ത്യ റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് സമീപനം എടുക്കും? പാകിസ്ഥാന്റെ ഓൾ വെതർ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് ചൈനയാണ്. അപ്പോ ഏത് രീതിയിലായിരിക്കും സമീപനം എടുക്കുന്നത്? റഷ്യ, അമേരിക്ക അടക്കമുള്ളവരുടെ നിലപാടുകൾ അവിടെ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണാം പ്രേക്ഷകർക്കായി. ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എത്രയും വേഗം മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗം തന്നെ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അവിടെ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഉത്തരവാദിത്തം TRF എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രദേശം സൈന്യം വളഞ്ഞു കഴിഞ്ഞു എന്ന വിവരം കൂടിയുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അമിത്ഷാ അവിടേക്ക് എത്തുന്നത്. അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും, ആ പ്രദേശത്തേക്ക് പോകും, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ്, ഭീകര സംഘടനയാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു അറ്റാക്ക് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നിരപരാധികളായ നിരവധി ആളുകളും അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആഭ്യന്തരമന്ത്രി കശ്മീരിലുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീണ്ടും അമിത്ഷായുമായി ഫോണിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം എത്തിയാൽ ഉടൻ സ്ഥിതിഗതികൾ അമിത്ഷാ സ്വാഭാവികമായും വിലയിരുത്തുമെന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകണം. വലിയ തോതിൽ